സെബക്. ലോക ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചുകളയാൻ ശ്രമിച്ചു. അത്രയ്ക്ക് പേടി തോന്നുന്ന ശക്തിയായിരുന്നു അയാൾ. സെബക്കിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാമോ? ഗോൾഡ് റോജറിനെപ്പോലെ കടൽക്കൊള്ളക്കാരുടെ രാജാവാകുക എന്നതിലപ്പുറം ഈ ലോകത്തിന്റെ മുഴുവൻ രാജാവാകണമെന്നായിരുന്നു. നിലവിലെ ഭരണകൂടത്തെയും ആകാശവാസികളായ സെലസ്റ്റിയൽ ഡ്രാഗണുകളെയും മാറ്റി താൻ ഭരിക്കണം എന്ന് അയാൾക്ക് ഭ്രാന്തമായ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ ലോകത്തിലെ ഏറ്റവും ശക്തരും ക്രൂരരുമായ ആളുകളെ കൂടെ കൂട്ടി. നമ്മളിപ്പോൾ കാണുന്ന കടൽ ചക്രവർത്തിമാരായ വൈറ്റ്ബിയർഡ്, ബിഗ്മം, കൈഡോ എന്നിവരെല്ലാം ചെറുപ്പത്തിൽ സെബക്കിന്റെ സംഘത്തിലെ അംഗങ്ങളായിരുന്നു. ഇദ്ദേഹത്തിന്റെ കഥ അവസാനിക്കുന്നത് ഗോഡ് വാലി സംഭവത്തിലാണ്. 38 വർഷം മുമ്പ് സെലസ്റ്റിയൽ ഡ്രാഗണുകൾ താമസിക്കുന്ന ഗോഡ് വാലി എന്ന ദ്വീപിൽ റോക്സും സംഘവും ആക്രമണം നടത്തി. കുറേക്കാലം ലോകം വിശ്വസിച്ചത് ഈ ഭീകരനെ തടയാൻ വേണ്ടി നേവിയിലെ വീരനായ മങ്കി ഡി. ഗാർപ്പും അന്നത്തെ ഏറ്റവും വലിയ കടൽക്കൊള്ളക്കാരനായ ഗോൾഡി റോജറും ഒരുമിച്ചു ചേർന്ന് യുദ്ധം ചെയ്തുവെന്നാണ്. എന്നാൽ ഇപ്പോഴാണ് സത്യം പുറത്തുവരുന്നത്. ആ യുദ്ധം ഒരു സാധാരണ കടൽക്കൊള്ളക്കാരുടെ പോരാട്ടമായിരുന്നില്ല. റോക്സ് അവിടെ പോയത് തന്റെ കുടുംബത്തെ രക്ഷിക്കാനായിരുന്നു. അയാൾ നേരിട്ടത് ലോകത്തെ രഹസ്യമായി ഭരിക്കുന്ന ഇമു എന്ന ശക്തിയെയാണ്. ആ പോരാട്ടത്തിൽ ഇമു ഒരു ഭീകരമായ കഴിവുപയോഗിച്ച് റോക്സിനെ ഒരു രാക്ഷസനായി മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. താൻ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചവരെ കൊല്ലാൻ നിർബന്ധിതനായ ഒരു ദുരന്ത കഥാപാത്രമായി റോക്സ് മാറി. അദ്ദേഹത്തിന്റെ പതനം വൺ പീസിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി മാറി.